തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ മനുഷ്യൻ വളരെ ഭീതിയിൽ, വളരെ ഭയത്തിൽ ആയിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും മനുഷ്യൻ ഭയത്തിലാണ്. മനുഷ്യൻ തമ്മിൽ കാണുമ്പോൾ, പരസ്പരം അവൻ കാണുമ്പോൾ, ഭവനങ്ങളിലായിരുന്നാലും എവിടെയാണ് വളരെ ഭീതിയിലും ഭയത്തിലും ആയിരിക്കുമ്പോൾ. എന്നാൽ അതിനേക്കാൾ ഉപരി മനുഷ്യനെ ഭയപ്പെടുന്നതിലും മറ്റൊരു നിലയിലല്ല, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യന്, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി, ദൈവത്തെ ഭയപ്പെടുന്ന കുടുംബങ്ങൾ, അവർക്ക് ദൈവത്താൽ അനുഗ്രഹമുണ്ട്. തീർച്ചയായും ഈ കാലഘട്ടങ്ങളിൽ ദൈവ ഭയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എവിടെ നോക്കിയാലും മനുഷ്യൻ ഇന്ന് രോഗത്തെ ഭയപ്പെടുന്നു, ലോകത്തെ ഭയപ്പെടുന്നു. എന്നാൽ ദൈവ ഭയം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. എന്നാൽ ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തെ ഭയപ്പെട്ട നമുക്ക് എന്താണ് ലഭിക്കുന്നത്? അല്പനേരം തിരുവചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കാം. സ്തോത്രം. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യം വായിച്ച് ബാലന്റെ മേൽ കൈവയ്ക്കരുത്, ബാലന്റെ മേൽ കൈവയ്ക്കരുത്, അവനോട് ഒന്നും ചെയ്യരുത്, അവനോട് ഒന്നും ചെയ്യരുത്, നിന്റെ ഏകജാതനായ മകനെ തരുവാൻ നീ മടിക്കായക കൊണ്ട്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ എപ്പോൾ ഇപ്പോൾ അറിയുന്നു എന്ന് അവൻ അരുളി ചെയ്തു. അവിടെ വിശ്വാസികളുടെ പിതാവെന്നറിയപ്പെടുന്ന മുൻപിതാക്കളിൽ ഒരുവൻ അബ്രഹാമിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ വായിച്ചത്. അബ്രഹാമിനെ കുറിച്ച് സർവശക്ത ദൈവം അവൻ കൽപ്പിക്കുകയാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. മനുഷ്യനെ ഭയപ്പെടുന്നുവെന്നല്ല, ലോകത്തെ ഭയപ്പെടുന്നുവെന്നല്ല, സമൂഹത്തെ ഭയപ്പെടുന്നുവെന്നല്ല, ദൈവം അബ്രഹാമിനോട് പറയുമ്പോൾ പറയുന്ന പദം ഇതാണ്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽക്കാലം സകലത്തെയും അറിയുന്ന ഒരു ദൈവമാണ്. ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു മനുഷ്യന്റെ അനുദിന പ്രവർത്തനങ്ങൾ, അവന്റെ പ്രവൃത്തി എല്ലാം ദൈവത്തിനറിയാം. ഒരു മനുഷ്യൻ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തിയാണോ, അല്ല ദൈവത്തെ ഭയപ്പെടാത്ത വ്യക്തിയാണോ, ദൈവത്തെ ആരാധിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തെ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തെ സേവിക്കുന്ന വ്യക്തിയാണോ, ദൈവത്തെ സ്നേഹിക്കുന്ന വ്യക്തിയാണോ, ഒരു മനുഷ്യന്റെ സകല കാര്യങ്ങളും അറിയുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന സർവശക്തനായ ഒരു ദൈവം. ഇന്ന് പകൽക്കാലം ആ ദൈവം അബ്രഹാമിനോട് പറയുന്ന, അബ്രഹാമേ, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ നിലവാരങ്ങളെ അറിയുന്ന ഒരു ദൈവം. ദൈവമക്കളെ, എന്ത് ഭയപ്പെട്ടാലും നിങ്ങൾ ദൈവത്തെ ഭയപ്പെടുവാൻ മറക്കരുത്. നിങ്ങൾ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കണം. കാരണം സകലത്തെയും നിയന്ത്രിക്കുന്നത് സർവശക്തനായ ദൈവമാണ്. അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തെ ഭയപ്പെടണം. തിരുവചനങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ നമ്മൾ ഭയപ്പെടണം. ഇവിടെ അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്ന വ്യക്തി എന്ന് ഞാൻ അറിയുന്നു. എന്നിട്ട് താഴോട്ട് പറഞ്ഞു, നീ ദൈവത്തെ ഭയപ്പെടുന്നത് കൊണ്ട് ഞാൻ നിന്നെയും നിന്റെ തലമുറകളെയും ഞാൻ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ്. ദൈവമക്കളെ, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ടപ്പോൾ, അബ്രഹാം ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ, അബ്രഹാം ഭയപ്പെട്ട് ദൈവത്തെ സേവിച്ചപ്പോൾ, അബ്രഹാം ഭയപ്പെട്ട് ദൈവത്തെ മാനിച്ചപ്പോൾ, ദൈവം പറഞ്ഞ, അബ്രഹാമേ,
നിന്നെ മാത്രമല്ല നിന്റെ കുടുംബത്തെയും നിന്റെ തലമുറകളെ ഞാൻ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ഭയപ്പെട്ടാൽ, നിങ്ങൾ ദൈവത്തെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിച്ചാൽ നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിന് മാത്രമല്ല, നിങ്ങളുടെ തലമുറകൾക്കും അനുഗ്രഹമുണ്ട്. അതാണ് തിരുവചനം പറയുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് നിങ്ങൾ ജീവിക്കണം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ പാപം ചെയ്യത്തില്ല. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യൻ പാപത്തിന് വിലകി ഓടും. ദൈവത്തെ ഭയപ്പെടുന്നവൻ, സ്തോത്രം, ഹല്ലേലൂയ, ലോകത്തിന് അടിമയായി തീരത്തില്ല. പാപത്തിന് വിലകിയോടും. ദൈവത്തെ ഭയപ്പെടുന്നവൻ പാപം ചെയ്യാതെ കണ്ടെത്താതെ അവൻ സൂക്ഷിക്കുവാനിടയായി പോയി. സ്തോത്രം. ഇന്ന് പകൽ നന്മ വേണമോ, അനുഗ്രഹം വേണമോ, ഉയർച്ച വേണമോ, അവൻ ദൈവത്തെ ഭയപ്പെടുക. ദൈവം നിങ്ങളെ കാണുന്ന ഒരു ദൈവമാണ്. ദൈവം നിങ്ങൾ അറിയുന്ന ഒരു ദൈവമാണ്. മാത്രമല്ല, തിരുവചനം വായിച്ചാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. സ്തോത്രം, 2 ദിനവൃത്താന്തം 19-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിച്ചാൽ, 2 ദിനവൃത്താന്തം 19-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം ഒന്ന് നമുക്ക് വായിക്കാം. സ്തോത്രം. ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുകയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും കൈക്കൂലി വാങ്ങുന്നതും ഇല്ലല്ലോ. അവിടെ വായിക്കുന്ന പദം വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. അവൻ ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. ദൈവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത്, ഈ ലോകത്തിൽ ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്നുള്ളത് ദൈവ ഭയമാണ്. ദൈവ ഭയം, ദൈവ ഭയം. ഒരു കുടുംബത്തിലെ സമ്പത്ത്, ഒരു തലമുറകളുടെ സമ്പത്ത്, ഒരു മനുഷ്യന്റെ സമ്പത്ത് എന്നുള്ളത് ദൈവ ഭയമാണ്. തിരുവചനം വായിക്കുന്നു. ആകയാൽ യഹോവ ഭയം നിങ്ങളിൽ ഇരിക്കട്ടെ. സൂക്ഷിച്ച് പ്രവർത്തിച്ചു കൊള്ളുവിൻ. നമ്മുടെ ദൈവമായ യഹോവയുടെ പക്കൽ അന്യായവും മുഖപക്ഷവും ഇല്ല. ഇന്ന് പകൽക്കാലം നമ്മുടെ ദൈവം മുഖപക്ഷമുള്ള ഒരു ദൈവമല്ല. ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടുന്ന ഏത് മനുഷ്യനെയും, ദൈവത്തെ ഭയപ്പെടുന്ന ഏത് വ്യക്തിയെയും, ദൈവത്തെ ഭയപ്പെടുന്ന ഏത് കുടുംബത്തെയും, ദൈവത്തെ ഭയപ്പെടുന്ന ഏത് കുഞ്ഞുങ്ങളെയും, ദൈവത്തെ ഭയപ്പെടുന്ന ഏത് മനുഷ്യനെയും, ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഏത് വ്യക്തിയെയും, ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഏത് വ്യക്തിയെയും കുടുംബത്തെയും അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് ആരാധിക്കുന്ന ഒരു ദൈവം. അവിടെ ഭക്തൻ പറയുകയാണ്, മുഖപക്ഷമില്ല, മുഖപക്ഷമില്ല. ദൈവത്തെ ഭയപ്പെടുന്നവരെ സ്തോത്രം അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. ഇത് പറയട്ടെ, ദൈവത്തെ ഭയപ്പെടുക. ദൈവഭയമുണ്ടായിരിക്കട്ടെ. മനുഷ്യഭയമല്ല, സമൂഹഭയമല്ല, ലോകഭയമല്ല, രോഗഭയമല്ല. ദൈവത്തെ ഭയപ്പെടണം. ദൈവഭയമുണ്ടായിരിക്കട്ടെ. എപ്പോഴും ഒരു ദൈവഭയത്തോടെ ജീവിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ഒരു ദൈവത്തിന്. കേൾക്കുന്ന ദൈവങ്ങളെ, ലോകത്തിൽ ആര് എങ്ങനെ ജീവിക്കട്ടെ, ചുറ്റുമുള്ള കുടുംബം എങ്ങനെ ജീവിക്കട്ടെ. തിരുവചനം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു, ഒരു കൊർന്നേലിയസിന്റെ കുടുംബത്തിൽ കർത്താവ് പറയുകയാണ്, അവൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കുടുംബം. ചുറ്റുമുള്ളവർ മദ്യത്തിനും മയക്കമരുന്നിനും പാപത്തിനും ദൈവത്തെ ഭയപ്പെടാതെ അനീതിയിലും അധർമ്മത്തിലും പാപത്തിലും രസിച്ച് പുണച്ച് അവൻ ജീവിക്കുമ്പോൾ അവരെ പോലെ ജീവിക്കുവാനല്ല ഇന്ന് പകൽക്കാലം അതിന്റെ നടുവിലും അവരുടെ മധ്യയിലും ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ പ്രാർത്ഥിച്ച്, ദൈവത്തെ സേവിച്ച്, ദൈവത്തെ ആരാധിച്ച്, ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുക. നിങ്ങളെ കാണുന്ന ഒരു ദൈവമുണ്ട്, മുഖപക്ഷമുള്ള ദൈവമല്ല. അവൻ നിങ്ങളെ അനുഗ്രഹിക്കുവാൻ, നിങ്ങളെ വിടുവിക്കുവാൻ അവൻ ശക്തനായ ഒരു ദൈവമാണ്.
ദൈവഭയം ഉണ്ടായിരിക്കണം. ദൈവഭയത്തോട് ജീവിക്കണം. ദൈവഭയങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ദൈവഭയം അച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. എവിടെയും ദൈവഭയമില്ല. ദൈവത്തെ മനുഷ്യൻ ഭയപ്പെടുന്നില്ല. ദൈവത്തെ മനുഷ്യൻ സംഘിക്കുന്നില്ല. ദൈവഭയം ഉണ്ടായിരിക്കട്ടെ. തിരുവചനം വായിക്കുമ്പോൾ എന്താണ് നമ്മൾ ദൈവത്തെ ഭയപ്പെടേണ്ടത്? വേദപുസ്തകം വായിക്കുമ്പോൾ 1 പത്രോസ് 1-ാം അധ്യായം 17-ാം വാക്യം വായിച്ചാൽ 1 പത്രോസ് 1-ന്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അത് വായിച്ച്, മുഖപക്ഷം കൂടാതെ ഓരോരുത്തന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുന്നവനെ നിങ്ങൾ പിതാവ് എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകാലം ഭയത്തോടെ കഴിപ്പിൻ. പ്രവാസകാലം മുഖപക്ഷം കൂടാതെ ന്യായം വിധിക്കുന്നവൻ, മുഖപക്ഷം കൂടാതെ അനുഗ്രഹിക്കുന്നവൻ. ഇവിടെ വായിക്കുന്ന പദവിതാണ്, ആ ദൈവം മുഖപക്ഷമില്ലാതെ ദൈവത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങളുടെ പ്രവാസകൾ. ദൈവമക്കളെ, നമ്മളിവിടെ അന്യരും പരദേശികളുമാണ്. ഇവിടെ നമ്മൾ പ്രവാസികളാണ്. നമുക്കിവിടെ സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല. ഇവിടെ പലരും സ്വന്തമെന്ന് പറയുന്നവരുണ്ട്. ഇതെല്ലാം ഇട്ടിട്ട് നമ്മൾ പോകണം. കഴിഞ്ഞ ചില ദിനങ്ങൾക്ക് മുൻപ് മാധ്യമങ്ങൾ വന്ന ഒരു വാർത്ത ഇതായിരുന്നു. നമ്മുടെ ഇന്ത്യയിൽ ഉന്നത സ്ഥാനത്തിലായിരിക്കുന്ന വലിയ ഒരു വ്യക്തി 5000 ബസ്സുകളുടെ ഉടമ, വലിയ ഒരു ധനവ, വലിയ ഒരു സമ്പന്നൻ, എല്ലാ ആസ്തികളും സമ്പത്തുകളുമുണ്ട്. തന്റെ ജീവിതത്തിൽ രോഗം ബാധിച്ച് ആശുപത്രിയിൽ താൻ കഴിഞ്ഞു. താൻ പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. എല്ലാം വിട്ടിട്ട് താൻ ഈ ലോകം വിട്ട് യാത്ര തിരിച്ചു. തന്നോടുകൂടെ ഒന്നും പോയില്ല. ദൈവമക്കളെ, ഞാൻ പറയട്ടെ, ഈ ഭൂമിയിൽ എന്തുണ്ടായിരിക്കട്ടെ, അദ്ദേഹത്തിന്റെ ആസ്തി കോടിക്കണക്കാം, 5000 ബസ്സുകളുണ്ട്. എന്നാൽ ഒന്നും അദ്ദേഹത്തിന്റെ കൂടെ പോയില്ല. ഇവിടെ എന്തുകൊണ്ടായിരിക്കട്ടെ, വലിയ വീടുണ്ടായിരിക്കാം, കോടിക്കണക്കിന് ആസ്തികൾ ഉണ്ടായിരിക്കാം, ഇഷ്ടംപോലെ സമ്പത്തുണ്ടായിരിക്കാം, കോടിക്കണക്കിന് പണം ഉണ്ടായിരിക്കാം, എല്ലാം ഉണ്ടായിരിക്കാം. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, എന്തുകൊണ്ടായിരുന്നാലും തിരുവചനം മനുഷ്യനെ കുറിച്ച് പറയുന്നു, നമ്മൾ ഇവിടെ പ്രവാസികളാണ്. ഒരു കാലത്ത് ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ പോകണം. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ പോകണം. ഇതെല്ലാം വിട്ടിട്ട് നമ്മൾ പോകണം. ഇവിടെ വന്ന് നമുക്ക് സ്വന്തമല്ല. ഇവിടെ സമ്പാദിച്ചതും ഇവിടെ ഉണ്ടാക്കിയതും സമ്പാദിച്ച് കൂട്ടിയതും എല്ലാം വിട്ടിട്ട് ഒരു ദിവസം നമ്മളെല്ലാവരും ഇവിടെ വിട്ട് പോകേണ്ടവരാണ്. ബൈബിൾ പറയുന്നു, നിങ്ങൾ പ്രവാസകാലം ഭയത്തോടെ നിങ്ങൾ കഴിക്കണം. ദൈവമക്കളെ, തിരുവചനത്തിൽ പത്രോസ് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. നമ്മൾ തിരിച്ചറിയണം, നമ്മൾ ഓരോരുത്തരും പ്രവാസികളാണ്, അന്യരാണ്, പരദേശികളാണ്. നമുക്കിവിടെ സ്വന്തമെന്ന് പറയുവാൻ ഒന്നുമില്ല. ദൈവം തമ്പുരാൻ വിളിക്കുമ്പോൾ എല്ലാം ഇട്ടിട്ട് വെറും കയ്യോടെ നമ്മൾ മടങ്ങിപ്പോകേണ്ടവരാണ്. സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ല. തിരിച്ചറിയണം. തിരുവചനം പറയുന്നു, നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ പ്രവാസികളാണ്. നമുക്കറിയാം പ്രവാസികൾ എന്താണ് വിലയുള്ളത്. നമ്മളിവിടെ പരദേശികളാണ്, എന്താണ് വിലയുള്ളത്. നമ്മളിവിടെ പ്രവാസികളാണ്, നമുക്ക് എന്താണ് വിലയിൽ? ഒരു വിലയുമില്ല. എല്ലാം ഇട്ടിട്ട് നമ്മളെല്ലാം പോകേണ്ടവരാണ്. ഈ ഭൂമിയിൽ എത്ര ദിവസം ജീവിക്കാം ആർക്കും നിരന്തരമല്ല. ഈ ഭൂമി നമുക്ക് നിരന്തരമല്ല, ഒന്നും നിരന്തരമല്ല. പക്ഷെ ദൈവമക്കളെ, അതുകൊണ്ട് ദൈവം തരുന്ന ദിനങ്ങൾ, ദൈവം തരുന്ന മാസങ്ങൾ, ദൈവം തരുന്ന വർഷങ്ങൾ, ദൈവം തരുന്ന ആയുസ്
സകലവും ആമേൻ ദൈവത്തിന്റെ ദാനമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഭൂമിയിൽ ഞാനൊരു പ്രവാസിയാണ്, എനിക്കിവിടെ ഒന്നുമില്ല എന്നുള്ള ആ ഒരു ചിന്തയോടെ, ദൈവ ഭയത്തോടെ ഞാൻ നിൽക്കുന്നത്, ഞാൻ നടക്കുന്നത്, ഞാൻ ഇരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണെന്ന് ആ ഒരു നിലയിൽ ദൈവ ഭയത്തോട് അനുദിനം ജീവിക്കുവാൻ ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നു. പത്രോസ് പറയുകയാണ്, നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തെ ഭയത്തോടെ നമ്മൾ സേവിക്കണം. ഈ ഭൂമിയിൽ ആയിരിക്കുന്ന കാലത്തൊക്കെ നമ്മൾ ഭയത്തോടെ നമ്മൾ ജീവിക്കണം. ദൈവഭയം ഉണ്ടായിരിക്കണം. നമ്മളുടെ പരദേശികളാണ്, നമ്മളിവിടെ പരദേശികളാണ്, നമ്മളിവിടെ പ്രവാസികളാണ്. ഇതെല്ലാം ഈ ഭൂമി നമുക്ക് സ്വന്തമല്ല, ഈ ദേശം നമുക്ക് സ്വന്തമല്ല. ഇന്ന് നമുക്ക് സ്വന്തമെന്ന് പറയുന്നത് ഒന്നും നമ്മുടെ സ്വന്തമല്ല. നമ്മളിവിടെ പ്രവാസികളാണ്, നമ്മളിവിടെ പരദേശികളാണ്. അത് മാത്രമല്ല, ബൈബിളിൽ വായിക്കും മറ്റൊരു പദം വായിച്ചെന്നോ, സങ്കീർത്തനം 2:11 വായിച്ചാൽ, സങ്കീർത്തനം 2:11 നമ്മൾ ഇങ്ങനെ വായിച്ച്, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ, ഭയത്തോടെ യഹോവയെ സേവിപ്പിൻ. വിറയലോടെ ഹോഷ് ഉല്ലസിപ്പിൻ. അവിടെ വായിക്കും, ഭയത്തോടെ ദൈവത്തെ സേവിക്കണം. ദൈവത്തെ സേവിക്കുന്നത് പോലും ഭയത്തോടെ നമ്മൾ സേവിക്കേണ്ടത്, ഭയത്തോടെ നമ്മൾ സേവിക്കണം. ദൈവമക്കളെ, ദൈവത്തെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ ഒരു ഭയമുണ്ടായിരിക്കട്ടെ, ഒരു നടുക്കമുണ്ടായിരിക്കട്ടെ. കാരണം ദൈവ സർവശക്തനായ ഒരു ദൈവമാണ്, അവൻ സർവശക്തിയുള്ള ദൈവമാണ്. ആ ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ, ആ ദൈവത്തെ സേവിക്കുമ്പോൾ നമ്മൾ ഭയഭക്തിയോട് നമ്മൾ ദൈവത്തെ സേവിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ഭയത്തോടെ, ഭക്തിയോടെ നമ്മൾ സേവിക്കണം. ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം കൈവിടത്തില്ല. ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ പ്രാർത്ഥിക്കണം, ദൈവത്തെ സേവിക്കണം, ദൈവത്തെ ആരാധിക്കണം. ദൈവഭയം എപ്പോഴും ഉണ്ടായിരിക്കണം, എപ്പോഴും ഒരു ദൈവഭയം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും ദൈവഭയം ഉണ്ടായിരിക്കട്ടെ. എവിടെ പോയാലും, ഏത് സ്ഥാനത്തിൽ പോയാലും, നിങ്ങൾ എവിടെ ഇരുന്നാലും, ഏത് സ്ഥലത്തിലായിരുന്നാലും ഒരു ദൈവത്തെ കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും ഒരു ഭയം ഉണ്ടായിരിക്കട്ടെ. എന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, അവൻ സർവശക്തിയുള്ള ദൈവമാണെന്ന് എപ്പോഴും ഒരു ഭയം ഉണ്ടായിരിക്കട്ടെ. ആ ഭയമുള്ളവർ ദൈവത്തെ അവൻ ആരാധിക്കും, അവർ പ്രാർത്ഥിക്കും, അവർ പാപം ചെയ്യത്തില്ല, അവർ തുണികരമായി പാപം ചെയ്യത്തില്ല, അവർ ധൈര്യത്തോടെ പാപം ചെയ്യത്തില്ല. കാരണം എപ്പോഴും ദൈവഭയുടെ ഉള്ളിലുണ്ട്. അവരെ ദൈവം മാനിക്കും, അവരുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കും. മാത്രമല്ല, സങ്കീർത്തനം യെശയ്യാ പുസ്തകം 55:12 വായിച്ചാൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്ന യെശയ്യാവ് 55:12 വാക്യം ഒന്ന് വായിച്ച്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ, നിന്നെ ആശ്വസിപ്പിക്കുന്നവൻ, എന്നാൽ മരിച്ചു പോകുന്ന മർത്യനെയും പുല്ലുപോലെ ആയിത്തീരുന്ന മനുഷ്യനെയും ഭയപ്പെടുവാൻ നീയാണ്. അവൻ ദൈവം ചോദിക്കുന്ന ഒരു പദം ഇതാണ്, അവൻ ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. നമ്മെ ആശ്വസിപ്പിക്കുന്നത് ദൈവം, നമ്മെ സൗഖ്യമാക്കുന്നത് ദൈവം, നമ്മെ അനുഗ്രഹിക്കുന്നത് ദൈവം, നമ്മെ മാനിക്കുന്നത് ദൈവം, അനുഗ്രഹം പകർന്നത് ദൈവം. ആ ദൈവം സർവശക്തിയുള്ള ദൈവമാണ്. അവിടെ പറയുകയാണ്, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. ദൈവമക്കളെ, ഈ ഭൂമിയിൽ ആരും നിങ്ങളെ ആശ്വസിപ്പിക്കേണ്ട, ആരും നിങ്ങളെ സഹായിക്കേണ്ട, ആരും നിങ്ങളെ അന്വേഷിക്കേണ്ട. അവൻ തിരുവചനം പറയുന്നു, ഞാൻ തന്നെ നിങ്ങളെ ആശ്വസിപ്പിക്കുന്നവൻ. നിങ്ങൾ എവിടെയായിരുന്നാലും, ഏത് സ്ഥാനത്തിലായിരുന്നാലും, അമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന നല്ല ഒരു കർത്താവ് ഇന്ന് പകൽക്കാലം നിങ്ങളോട് കൂടെയുണ്ട്. ആ ദൈവം നിങ്ങളെ കൈവിടത്തില്ല, അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം. അവിടെ വായിക്കുകയാണ്. അതുകൊണ്ട് മനുഷ്യന് നിങ്ങൾ ഭയപ്പെടരുത്, മനുഷ്യന് നിങ്ങൾ ഭയപ്പെടേണ്ട. മനുഷ്യന് നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല, മനുഷ്യൻ നിങ്ങളെ ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. അവിടെ വായിക്കുന്നു, മരിച്ചു പോകുന്ന മർത്തനെയും പുല്ലുപോലെ ആയിരുന്ന മനുഷ്യനെയും
ലോകത്തെ ഭയപ്പെടേണ്ട. ആ മരിച്ചു പോകുന്ന മനുഷ്യനെ, പുല്ലുപോലെ മുടങ്ങി പോകുന്ന മനുഷ്യനെയും മർത്യനെയും ഭയപ്പെടുവാൻ നീ ആരാണ് ദൈവം ചോദിക്കുന്നത്? മനുഷ്യനെ ഭയപ്പെടേണ്ട ദൈവമക്കളെ, മനുഷ്യനെ ഭയപ്പെടേണ്ട. ആകാശത്തെ ഭൂമി സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളെ വിടുവിക്കും. ദൈവം നിങ്ങളെ സൂക്ഷിക്കും. ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. ഇന്ന് പകൽ ഈ കാലഘട്ടത്തിൽ സകല രാജ്യങ്ങളും ഭയന്ന് അവൻ സ്വന്തം നിലവിളിക്കുമ്പോൾ, സകല ജനങ്ങൾ ഭയന്ന് നിലവിളിക്കുമ്പോൾ പറയട്ടെ, ദൈവമക്കളെ, നമ്മൾ ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. ദൈവത്തെ ഭയപ്പെടണം. എപ്പോഴും ദൈവ ഭയമുണ്ടായിരിക്കട്ടെ. ദൈവത്തെ മറക്കരുത്. ദൈവത്തെ മറക്കരുത്. ചുമന്ന ദൈവത്തെ മറക്കരുത്. ബലം തന്ന ദൈവത്തെ മറക്കരുത്. ആയുസ്സുന്ന ദൈവത്തെ മറക്കരുത്. ആരോഗ്യ ദൈവത്തെ മറക്കരുത്. സമ്പത്തുന്ന ദൈവത്തെ നീ മറക്കരുത്. ആ ദൈവത്തെ മറക്കാതെ ആ ദൈവത്തെ നീ ഭയപ്പെട്ടാൽ ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും. ആ ദൈവം നിന്നെ ആശീർവദിക്കും. സകലത്തെയും നൽകുന്നത് ദൈവമാണ്. ആ ദൈവത്തെ ഭയപ്പെടണം. തിരുവചനം വായിക്കുമ്പോൾ അവർക്ക് അനുഗ്രഹമുണ്ട്. മലാക്കി പ്രവചനം 4:2 ഒന്ന് വായിച്ചു. മലാക്കി 4:2. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകൻ കീഴിൽ രോഗാപശാന്തിയോട് നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കുട്ടികളെ പോലെ തുള്ളിച്ചാടും. ദൈവമക്കളെ, ദൈവവചനം ഓർക്കണം. ആ ദൈവവചനം വായിക്കണം. ചിലർ പറയും, ദൈവത്തെ ഭയപ്പെടുന്ന എന്ത് ലഭിക്കും, എന്ത് നന്മ ലഭിക്കും, എന്ത് അനുഗ്രഹം ലഭിക്കും, കുടുംബം എന്താണ് കിട്ടുന്നത്, ദൈവം എന്ത് തരും, അവൻ ദൈവം ചില പറയുന്നവർ എത്രയോ വർഷമായി ഞാൻ പ്രാർത്ഥിക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തെ ഭയപ്പെടും, ഒരു നന്ദി ലഭിച്ചില്ലെന്ന് പറയുന്നവരുണ്ട്. പക്ഷെ തിരുവചനം പറയുന്നു, എന്റെ നാമത്തെ ഭയപ്പെടുന്ന അവൻ നിങ്ങൾക്കോ, എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗശാന്തിയോടുകൂടെ ഉദിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം ദൈവത്തെ ഭയപ്പെടുന്നവരെ അവൻ സൗഖ്യമാക്കുന്ന ഒരു ദൈവം, ദൈവത്തെ ഭയപ്പെടുന്നവരെ വിടുവിക്കുന്ന ഒരു ദൈവം, ദൈവത്തെ ഭയപ്പെടുന്നവരെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവം. അവിടെ വായിക്കുന്നു, ആമേൻ, നിങ്ങൾ പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. നമ്മുടെ ക്ഷീണങ്ങളെ മാറ്റി, നമ്മുടെ കഷ്ടതകളെ മാറ്റി, നമ്മുടെ നിരാശകളെ മാറ്റി, നമ്മുടെ ബുദ്ധിമുട്ടുകളെ മാറ്റി അവൻ നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല ഒരു ദൈവമക്കളെ. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് നന്മയുണ്ട്. ദൈവത്തെ ഭയപ്പെടുന്ന അനുഗ്രഹമുണ്ട്. അവരെ കർത്താവ് അനുഗ്രഹിക്കും. അവർ ദൈവം ആശീർവദിക്കും. അവർ ദൈവം വിടുവിക്കും. അവർ ദൈവം ബലപ്പെടുത്തും. അവർക്ക് വേണ്ട നന്മകളെല്ലാം ദൈവം അവൻ നമുക്ക് ദൈവത്തെ, അതുകൊണ്ട് നമ്മെ സൗഖ്യമാക്കുന്ന ദൈവം നമ്മുടെ കഷ്ടതകളെ മാറ്റി, കടഭാരങ്ങളെ മാറ്റി, ദുഃഖങ്ങളെ മാറ്റി, നിരാശകളെ മാറ്റി, ബുദ്ധിമുട്ടുകളെ മാറ്റി, പ്രശ്നങ്ങളെ മാറ്റി, പ്രതിസന്ധികളെ മാറ്റി നമ്മെ മാനിക്കുന്നവർ നല്ലവർ ദൈവം ഇന്ന് പകൽക്കാലം. അതുകൊണ്ട് ആ ദൈവത്തെ ഭയപ്പെടുക. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. എന്തുകൊണ്ട്? അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ഇന്ന് പകൽ നാം ദൈവത്തെ ഭയപ്പെട്ടാൽ അവൻ നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ മാനിച്ച് പശുക്കിടാക്കളെ പോലെ അവൻ തുള്ളിച്ചാടുവാൻ, നന്മകൾ പറഞ്ഞ് മാനിക്കുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നാം ആരാധിക്കുന്ന ഒരു ദൈവം. മാത്രമല്ല, തിരുവചനം വായിക്കുന്നു, പ്രസംഗിയുടെ പുസ്തകം 12:13 വായിച്ച അവിടെ ഇങ്ങനെ ഒരു പദമുണ്ട്. പ്രസംഗിയുടെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ച്. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. എല്ലാറ്റിന്റെയും സാരം കേൾക്കുക. ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു കൊള്ളുക. അതാകുന്നു സകല മനുഷ്യർക്കും വേണ്ടത്. അവിടെ വായിക്കുമ്പോൾ എല്ലാറ്റിന്റെയും സാരം കേൾക്കണം. ദൈവത്തെ ഭയപ്പെടണം. അവന്റെ കൽപ്പനകൾ പ്രമാണിക്കണം. അതാകുന്ന സകല മനുഷ്യർക്കും വേണ്ടത്. എന്താണ് വേണ്ടത്? ഈ ഭൂമിയില് സകല മനുഷ്യർക്ക് വേണ്ടതെന്താ?
അവിടെ വായിക്കുന്നു, ദൈവം പറയുന്നു, പരിശുദ്ധ പറയുന്ന എല്ലാ മനുഷ്യർക്കും വേണ്ടത്, അത് കുഞ്ഞുങ്ങളായിരുന്നാലും യൗവനക്കാരായിരുന്നാലും ധനവനായിരുന്നാലും എളിയവരായിരുന്നാലും ഉദ്യോഗസ്ഥരായിരുന്നാലും പ്രമുഖന്മാരായിരുന്നാലും നേതാക്കന്മാരായിരുന്നാലും രാജാക്കന്മാരായിരുന്നാലും ഏത് വ്യക്തിയായിരുന്നാലും ഏത് മനുഷ്യനായിരുന്നാലും ആരായിരുന്നാലും ബൈബിൾ പറയുന്ന പറഞ്ഞാണ്, അവൻ സകല മനുഷ്യരും അവൻ ദൈവത്തെ ഭയപ്പെട്ട് അവന്റെ കൽപ്പന പ്രമാണിക്കണം. അതാകുന്നു സകല മനുഷ്യർക്ക് വേണ്ടത്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഈ ശബ്ദം ശ്രമിക്കുന്നവരെ, തിരുവചനം പറയും, നമുക്ക് എന്താണ് വേണ്ടത്? ദൈവത്തെ ഭയപ്പെടുക. ദൈവത്തെ എപ്പോഴും ദൈവഭയം ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ എവിടെ പോയാൽ, ജോലി സ്ഥലത്തിലാണോ, സ്കൂളുകളിലാണോ, കോളേജിലാണോ, അല്ല ഭവനത്തിലാണോ, അല്ല എവിടെയാണ് നിങ്ങൾ ആയിരിക്കും, ഏത് സ്ഥലത്തിലാണ് ആയിരിക്കുന്നത്, വീട്ടിലാണ്, എവിടെയാണ് ആയിരിക്കുന്നത്, എവിടെയായിരുന്നാലും ദൈവഭയം ഉണ്ടായിരിക്കട്ടെ. ദൈവഭയം ഉണ്ടായിരിക്കട്ടെ. ദൈവഭയം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ ഭയപ്പെടുന്നവരെ ദൈവം അനുഗ്രഹിക്കുന്നു. ആ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കുന്നു. അതാണ് ഒരു മനുഷ്യന് വേണ്ടത്. ബൈബിൾ വായിക്കുമ്പോൾ മറ്റൊരു പദം ഇങ്ങനെ വായിക്കുന്നു, സങ്കീർത്തനം 112 ഒന്നാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. വായിച്ചാട്ടെ. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ സ്തുതിപ്പിൻ, യഹോവയെ ഭയപ്പെട്ട്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ. അവന്റെ സന്തതി ഭൂമിയിൽ ഫലപ്പെട്ടിരിക്കും. നേരിലുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും. ഐശ്വര്യം സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി ദൈവമക്കളെ, ഇന്ന് പകൽ നമ്മൾ ഒരുമിച്ച് ആരാധന കഴിയുന്നില്ല. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തെ ഭയപ്പെട്ടാൽ എന്ത് ലഭിക്കും? ദൈവത്തെ പ്രാർത്ഥന എന്ത് ലഭിക്കും? ദൈവകൽപ്പന പ്രമാണിക്ക് എന്ത് ലഭിക്കും എന്ന് ചോദിക്കുന്നവരുണ്ടോ? ഇന്നല്ലെങ്കിൽ നാളെ ദൈവം ആർക്കും കടക്കാരനല്ല. ഇന്ന് ചിലപ്പോൾ നിങ്ങൾ കഷ്ടമനുഭവ വ്യക്തിയായിരിക്കാം, കടഭാരമായിരിക്കാം, രോഗമായിരിക്കാം, ദുഃഖമായിരിക്കാം, എല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയായിരിക്കാം. എങ്കിലും ഭയപ്പെടരുത്. യോബ് ദൈവത്തെ ഭയപ്പെടുന്നവനെന്ന് കർത്താവ് സാക്ഷ്യം പറഞ്ഞു. എന്നാൽ തിരുവചനം പറയുന്നു, യോബിന് എല്ലാം നഷ്ടപ്പെട്ടു. അവന്റെ സമ്പത്ത്, അവന്റെ ആരോഗ്യം, അവന്റെ ധനം, അവന്റെ തലമുറ എല്ലാം നഷ്ടപ്പെട്ടു. പക്ഷെ തിരുവചനം പറയുന്നു, ദൈവത്തെ ഭയപ്പെട്ടവന് ദൈവം കൈവിട്ടില്ല. അവൻ നീതിയുള്ള ദൈവമാണ്, മുഖപക്ഷമുള്ള ദൈവമാണ്. ബൈബിൾ പറയുന്നത് വായിച്ചതുപോലെ തന്നെ അവൻ യോബിന് നഷ്ടപ്പെട്ടത് സകലവും 2 മടങ്ങ് കൊടുത്ത് അവന് ദൈവം അനുഗ്രഹിച്ച് അവൻ വിടുവിച്ചുവെങ്കിൽ, ഇന്ന് പകൽ ദൈവമക്കളെ, ദൈവത്തെ ഭയപ്പെടുന്ന നിങ്ങളെ മാനിക്കുന്നവർ ദൈവമാണ് നാം ആരാധിക്കുന്നവർ. ഇന്ന് സ്ഥിതികളെ മാറ്റും, കടഭാരങ്ങളെ മാറ്റും, കഷ്ടതകളെ മാറ്റും, ഞെരുക്കങ്ങളെ മാറ്റും, ദുഃഖങ്ങളെ മാറ്റും, നന്മകൾ പകരും, ഉയർച്ച പകരും. നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, തലമുറകൾ അനുഗ്രഹിക്കപ്പെടും, നഷ്ടപ്പെട്ട ദൈവം തിരികെ തരും, സമ്പത്തുകളെയും പകരും. അവിടെ വായിച്ചുവല്ലോ, ഐശ്വര്യം സമ്പത്തും അവന്റെ വീട്ടിലുണ്ടാകും. അവന്റെ നീതി എന്നേക്ക് നിലനിൽക്കും. ആർക്കാ? അവന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും. നേരിടുന്നവരുടെ തലമുറ അനുഗ്രഹം. ആരുടെ തലമുറ? ആരുടെ കുടുംബങ്ങൾ? ആരുടെ ജീവിതം? അവിടെ വായിച്ചുവല്ലോ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ കൽപ്പനകളിൽ അവൻ ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ, അവന്റെ കുടുംബം, അവന്റെ തലമുറ, അവന്റെ ജീവിതം അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുവാനിടയായിട്ട്. ദൈവമക്കളെ, നമ്മുടെ ദൈവം ആദ്യം കടക്കാരനല്ല, ആദ്യം കടക്കാരനല്ല, എല്ലാം കാണുന്ന ഒരു ദൈവമാണ്. എന്റെ ജീവിതത്തില് എ മുതൽ ഇസെറ്റ് വരെ, എന്റെ ജീവിതത്തിൽ ആദ്യം മുതൽ അന്തം വരെ, നിന്റെ ജീവിത ഓരോ ചലനങ്ങള്, നിന്റെ സ്വഭാവങ്ങള്, ജീവിത കാര്യങ്ങള്, നിന്റെ പ്രവൃത്തികള്, നിന്റെ പ്രവർത്തനങ്ങള് എല്ലാം അറിയുന്ന ഒരു ദൈവമാണ് ഞാൻ ആരാധിക്കുന്ന ഒരു യേശു. ആ ദൈവമാണ് പറഞ്ഞത്, ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. ആ ദൈവമാണ് അബ്രഹാമേ, നീ ദൈവത്തെ ഭയപ്പെടണമെന്ന് ഞാൻ അറിയുന്നു.
ആരാ പറഞ്ഞു കൊടുത്തത്? ആരാ ദൈവത്തോട് പറഞ്ഞു കൊടുത്തത്? നമ്മുടെ ദൈവത്തെ ഭയപ്പെടും. ആരും പറഞ്ഞു കൊടുത്തില്ല. ആരും പറഞ്ഞു കൊടുത്തില്ല. ദൈവമാണ് പറഞ്ഞത്. നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് ഞാൻ അറിയുന്നു. ഇന്ന് പകൽ ആരും നിങ്ങൾ സർട്ടിഫിക്കറ്റ് തരണ്ട, ആരും നിങ്ങളെ കുറിച്ച് സാക്ഷ്യം പറയണ്ട. ഇന്ന് പകൽ നിങ്ങളുടെ കുടുംബത്തെ, ജീവിതത്തെ, ജീവിത കാര്യത്തെ അറിയുന്ന ഒരു ദൈവം, അഗ്നി ജ്വാലയ്ക്കത്തെ കണ്ണുകളുള്ള ഒരു കർത്താവ് ഇന്ന് പകൽ സകലത്തെ കാണുന്ന ഒരു ദൈവമാണ്. ആ ദൈവം നിങ്ങളെ അറിയുന്നു. ആ ദൈവത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങളുടെ പ്രാർത്ഥന, ആരാധന എല്ലാം ഉണ്ടായിരിക്കണം. ദൈവത്തെ ഭയപ്പെട്ട് പ്രാർത്ഥിച്ച് നിങ്ങൾ ആരാധിക്കണം. ദൈവത്തെ ഭയപ്പെടുക പാപം ചെയ്യത്തില്ല. ആരെങ്കിലും ജീവിക്കുന്നുണ്ടല്ല, ദൈവമേ ഞാൻ ദൈവത്തെ ഭയപ്പെടും, ഞാൻ എന്റെ കുടുംബത്തെ ദൈവത്തെ ഭയപ്പെടും, ഞാൻ എന്റെ തലമുറകൾ ദൈവത്തെ ഭയപ്പെടും, പാപം ചെയ്യത്തില്ല, ദൈവത്തിന് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യത്തില്ലപ്പ. എപ്പോഴും നിങ്ങൾ ഭയത്തോട് ജീവിക്കും. നിന്റെ ജീവിതം, നിന്റെ പ്രവൃത്തി, നിന്റെ വാക്ക്, അനുഭവങ്ങൾ എല്ലാം ദൈവത്തിന് പ്രസാദകരമായി തീരട്ടെ. ഇന്ന് പകൽ നിങ്ങൾ ഭവനത്തിലാണ് ആയിരിക്കുന്നത്, എവിടെയാണ് ആയിരിക്കുന്നത്? അബ്രഹാമിനെ കണ്ട്, അബ്രഹാമിനെ അനുഗ്രഹിച്ച്, അവന്റെ തലമുറകളെ അനുഗ്രഹിച്ച് മാനിച്ചത് ഇന്ന് പകൽ നിങ്ങളെ കുടുംബത്തെ അനുഗ്രഹിക്കട്ടെ. ഒരു പക്ഷേ കണ്ണുകളയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.